സോറി. എന്തിന്? വൈകുന്നേരം. അത് സാരില്ല. എന്താണോ? ഐ എം റിയലി വെരി സോറി. എടോ, എനിക്കതിൽ പ്രോബ്ലം ഒന്നുമില്ല. തന്റെ സിറ്റുവേഷൻ എനിക്കറിയാലോ. ഐ വാണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്. നല്ല തീരുമാനം. അതിന് താൻ തന്നെ വിചാരിക്കണം. എങ്ങനെ? ഇവിടെ എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. ചിമ്മി പറഞ്ഞ് കേട്ടിട്ടുള്ള കുക്കിയെ എനിക്കറിയാം. എന്തായാലും ആ കുക്കിയായിട്ട് തനിക്ക് ഒരു ബന്ധവും ഞാൻ കാണുന്നില്ല. ഒന്ന് ശ്രമിച്ചു നോക്കടോ അവരുടെ പഴയ കുക്കിയാവാൻ. എന്താ നിന്റെ ഉദ്ദേശം? പ്രത്യേകിച്ചൊന്നുമില്ല. ഇല്ല, അതാണ് എന്റെ പ്രശ്നം. നിനക്ക് എന്ത് വാടി പെണ്ണേ? ചിമ്മി, ഇങ്ങനെ പ്രേമിച്ച് നടന്നാ മതിയോ? അറ്റ്ലീസ്റ്റ് ഒന്ന് എൻഗേജ്മെന്റ് എങ്കിലും നടത്തിയിട്ടൂടെ? കുക്കി നിൽക്കുമ്പോ ഞാൻ എങ്ങനാ? അതാ പറഞ്ഞേ, എൻഗേജ്മെന്റ് എങ്കിലും നടത്താം. നിനക്ക് എന്താ ഇത്ര തിരക്ക്? എനിക്കല്ല, എന്റെ വീട്ടുകാർക്കാ തിരക്ക്. ഇത് വേഗം നടത്തിയില്ലെങ്കിൽ അവര് വേറെ ആലോചനയും കൊണ്ട് വരും. എന്നാ നീ വേറെ കെട്ടിപ്പോ എന്നാണോ ഞാൻ പറഞ്ഞേ? നീ ഒന്ന് വെച്ചിട്ട് പോക്കെ, അല്ലെങ്കിൽ എനിക്ക് കുക്കിയുടെ കാര്യത്തിൽ ഒരു എത്തിയും പിടിയും കിട്ടുന്നില്ല. അവളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. പെങ്ങളോടുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ എല്ലാം കഴിയുമ്പോ നിന്റെ ലൈഫിൽ എന്റെ റോൾ എന്താണെന്നൊന്ന് പറഞ്ഞു തരണം. ഹലോ, നീ എപ്പോ വന്നു? ഞാൻ കാരണം. നീ എന്തിനാടാ അവളോട്? ഏയ്, നീ കാരണമൊന്നുമല്ല. ഇതിടയ്ക്ക് പതിവാ. നീ പോയി കിടന്നുറങ്ങും. തനിക്ക് നാളെ ഓഫീസിൽ പോണോ? നോ, ലീവാണ്. എന്നാ ഇപ്പൊ എന്റെ കൂടെ ഗെയിം കളിക്കാവോ? എന്ത് ഗെയിം? വീഡിയോ ഗെയിം. താനൊന്ന് പോയെ. നട്ടപ്പാതിരിക്ക് പെണ്ണിന്റെ ഓരോ പ്രാന്ത്. പ്ലീസ്, എന്റെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണ്. എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ബട്ട് സിസ്റ്റം എന്റെ റൂമിലാ. അയ്യോ, അതെങ്ങനെ ശരിയാവും? അവര് കിടന്നു. ഇനി കണ്ടാലും ഗെയിം കളിക്കാനല്ലേ. നടക്ക. ഞാൻ ഓഫീസ് വരെ പോവാ. ഇന്ന് ഓഫല്ലേ? അതെ, പെട്ടൊരു എമർജൻസി. പോയേ പറ്റൂ. നീ ഒന്നും കഴിച്ചില്ലല്ലോ. അത് സാരല്ല, ടൈമില്ല. കഴിച്ചിട്ട് പോടാ. ഈ ആന്റി. ഓക്കെ, ബൈ. അത് മതിയോടാ? മതി. ഞാനും കഴിക്കുന്നത് അത് തന്നെ. അതിന് ഞാനെന്ത് ചെയ്തു? എണീറ്റ് പോടാ. രണ്ടും എന്റേത് മേടിക്കും. ഈ മമ്മിയുടെ ഒരു കാര്യം എനിക്കാണ് ഈ കൊണ്ട് ഒടുക്കാനും അറിയില്ല. ഈ ചിമ്മി എവിടെ പോയി കിടക്കാട്ടാ? ഒന്ന് വന്ന് ഈ സാരി ഒടിപ്പിച്ചാ.
ഓക്കെ അല്ലേ? എന്റെ മാതാവേ, എന്റെ പ്രമാണം പോയി. ഈ പെണ്ണ് ഇതെവിടെ? അയ്യോ, എന്നോട് സാരി ഉടുപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ചെന്ന് കൊടുത്തോട്. നീ ഒറ്റയ്ക്ക് സാരി കൊടുത്തോ? നീയോ ഇത്ര അടിപൊളിയായി ഉടുക്കാറിട്ടാണോ നീ ഇത്രയും നാൾ എന്നെ കൊണ്ട് ഉടുപ്പിച്ചേ? അത് നീ വരുന്നത് കാണാതായപ്പോ ഞാൻ യൂട്യൂബ് നോക്കി കൊടുത്തതാ. ആഹാ, ആ കുന്തം കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ. ഇനി എല്ലാ ഞായറാഴ്ചയും സാരി മതി. മോൻ എന്തായാലും ഈ ആഴ്ച വീട്ടിൽ പോയില്ലല്ലോ. എന്നാ പിന്നെ ഞങ്ങളുടെ കൂടെ പള്ളിയിലോട്ട് വന്നോടെ? ഇല്ല ആന്റി, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്. നിങ്ങൾ പോയിട്ടോ. എന്നാ ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. ആടാ കുക്കി, ഞാൻ എല്ലാ സൺഡേസും ഇവിടെ തന്നെ ഉണ്ടാവണം ഉറപ്പില്ലാട്ടോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പുള്ളിക്ക് നിന്നോട് എന്തോ ഉണ്ടല്ലോ. ഇല്ലാന്ന് പറഞ്ഞാ യൂഷ്വൽ പെമ്പിള്ളേര് പറയുന്ന പോലെ ആയിപ്പോ. ഉണ്ടടി, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് പ്രേമിക്കടി. നീ ഒന്ന് പോയേ, നിനക്കെല്ലാം അറിയാവുന്നതല്ലേ. ഓൾറെഡി എന്റെ കല്യാണം കഴിഞ്ഞതാ. പ്ലസ് ഐ ഗോട്ട് റേപ്പ്. അതുകൊണ്ട് ലൈഫ് ലോങ് നീ കെട്ടാണ്ടിരിക്കോ? മമ്മിയോടും ചിമ്മിയോടും നീ എന്ത് റീസൺ പറയും? നീ മടത്തി ചേരാൻ പോവാതോ? അതുകൊള്ളാലോ, ഞാൻ മടത്തി ചേർട്ടെ. ആ ബെസ്റ്റ്. അങ്ങനെ ചെന്ന് പറ, ഇപ്പൊ സമ്മതിക്കും. അല്ലാതെ നീ എന്തീ പറയുന്നേ? അയാൾ എന്നെ തേടി വന്നാ ഞാൻ അയാളുടെ ഭാര്യ എന്ന് പറഞ്ഞോ? ഇതുവരെ വന്നില്ലല്ലോ, ഇനിയും വരില്ല. എന്താ ഉറപ്പ്? ഇത് കേരളമാണ്, അത് തന്നെ ഉറപ്പ്. ശരി, അയാള് വരിക. പക്ഷെ അയാൾ എന്റെ ശരീരത്തോട് ചെയ്തത് ഒക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെയാ മറ്റൊരാളെ? അത് ഞാൻ ക്രിസ്ത്യൻ എന്നല്ല, മറ്റാരെ കല്യാണം കഴിച്ചാലും അത് അയാളോട് ചെയ്യുന്ന ചതിയല്ലേ? എന്റെ പൊന്നു മോളെ, നീ എല്ലാ ആൺപിള്ളേരുടെ കൂടെയും പോണ വ്യക്തിയല്ല. യു ഗോട്ട് റേപ്പ്. 1% പോലും അത് നിന്റെ മിസ്റ്റേക്ക് അല്ല. എന്തൊക്കെ പറഞ്ഞാലും ഇനി നിന്റെ കൊല്ലുന്നു. ഞാൻ പറയുമ്പോ ക്രിസ്റ്റി ഒരു നല്ല ഓപ്ഷനാ. ഇല്ല, വേറെ ആരെ കല്യാണം കഴിച്ചാലും ഞാൻ ക്രിസ്റ്റി നോ. അതെന്താ? ക്രിസ്റ്റി ഈസ് എ ഫൈൻ മാൻ, ഈസ് എ ജെം. ഹി ഡിസേർവ്സ് ബെറ്റർ, മോർ ബെറ്റർ ദാൻ മീ. ആടി പറ. നീ ബിസിയാണോ? ആ, എഡിറ്റിംഗിലാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ. നീ എന്താ കലിപ്പ്? കലിപ്പൊന്നല്ല, ഞാൻ വർക്കില്ല, പറഞ്ഞതല്ലേ. നീ വർക്ക് ചെയ്തോ, നമുക്ക് പിന്നെ സംസാരിക്കാം. പിന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചേ? നീ ഇതിനെ ചൂടാവുന്നേ? എന്റെ പൊന്നാനെ, ഞാൻ തനിക്ക് ഭ്രാന്തായിരിക്ക. നിനക്ക് മാത്രല്ല ഈ ഭ്രാന്ത്, എനിക്കുണ്ട്. നീ എപ്പ വിളിച്ചാലും വർക്ക്. പിന്നെ വർക്കില്ലാണ്ട് ക്യാഷ് കിട്ടും. നിന്നെ കൂടെ പോറ്റാനുള്ളതല്ലേ. അത് നീ കാശ് മുടക്കിയിട്ട് എനിക്ക് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കൊരു ജോലിയുണ്ട്. ഓ ശരി. ചിമ്മി, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. കുക്കിയുടെ കല്യാണം കഴിഞ്ഞേ നമ്മള് കിട്ടൂ, ഇതാ എന്റെ തീരുമാനം. അതുവരെ എന്നെ എന്റെ വീട്ടുകാരെ നിർത്തിയില്ലെങ്കിലോ? ഞാൻ വേറെ കിട്ടും. ഹലോ ഹലോ, നീ കിടന്നില്ലേ? ഇല്ല. എന്താ ഇഷ്യൂ? ഏയ് ഒന്നുമില്ല. ഞാൻ കേട്ടായിരുന്നു. ഏയ് അത് സാരല്ല. ഞാനും അവളും ഫാൻ. അവളെ സ്വന്തം പിടിക്കുക, അവളെ ഉടനെ കെട്ടിക്കണം. എന്നാ കെട്ടിക്കൂടെ? നിങ്ങൾക്ക് രണ്ടിനും ജോലി ഉണ്ടല്ലോ. അതല്ല, കുക്കിയെ നല്ലൊരുത്തന്റെ കൈ പിടിച്ചേൽപ്പിക്കാതെ ഞാൻ എങ്ങനെ മനസ്സമാനത്തോടെ കിട്ടുക? നീ കെട്ടിയിട്ട് അവളെ കെട്ടിക്കുമ്പോ എന്താ ഒരു മനസ്സമാധാനക്കുറവ്? എന്റെ കല്യാണം കഴിഞ്ഞ കൊളീഗ്സ് ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കല്യാണം കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ആക്കൂടാ. ഒരു കുട്ടിയും കൂടെ ആയാൽ പിന്നെ പറയുകയും വേണ്ട. എനിക്ക് അതിനൊക്കെ മുമ്പ് കുക്കീനെ കെട്ടിക്കണം. എന്നാ കെട്ടിക്കേ. ഞാൻ ഇപ്പൊ ചെന്ന് കെട്ടടി എന്ന് പറഞ്ഞ ഉടനെ അവള് സമ്മതിക്കത്തൊന്നുമില്ല. ആദ്യം കെട്ടാന്ന് അവള് സമ്മതിക്കണം, പിന്നെ പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണം. ആ ആളെ അവൾക്കും ഇഷ്ടമാണ്, അല്ലാണ്ട് ഓടിച്ചെന്ന് കെട്ടടത്താനൊന്നും പറ്റില്ല.
മാട്രിമോണി ഒന്ന് ട്രൈ ചെയ്താലോ? കൺമുമ്പിലുള്ളവരുടെ ഉള്ളിൽ എന്താന്ന് അറിയാൻ പറ്റില്ല. അപ്പഴാ ഡാ, അവളെ ഞാൻ കെട്ടിക്കോട്ടെ? നിങ്ങൾക്കൊക്കെ സമ്മതാണെങ്കിൽ മാത്രം. എടാ, അത് നീ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. ഞാനിപ്പോ എന്താ പറയാ? നീ നെർവസ് ആവണ്ട. നിങ്ങൾ ഫാമിലിയെ ആലോചിച്ചിട്ട് മതി. അതൊരു നോ ആണെങ്കിൽ കൂടെ ഇറ്റ്സ് ഓക്കെ. അയ്യോ, അവനൊരു നല്ല പയ്യനാ. എനിക്കൊക്കെ. അവൾക്കോ? നീ തന്നെ അവളോട് പറ. ഞാനായിട്ട് പോയി പറഞ്ഞ അപ്പൊ തന്നെ അവളെന്നെ ഗെറ്റ് ഔട്ട് അടിക്കും. നമുക്ക് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. എന്താ പ്രപ്പോസൽ ആണോ? നൈസായിട്ട്. നോക്കി നോക്ക്. ഡി, ഒരു ഹെൽപ്പ്. എന്തുവാ? ഞാൻ അവൾ ഇന്നലെ നൈസായിട്ടൊന്ന് തെറ്റി. അത് അവളുടെ സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ കണ്ടപ്പോഴേ തോന്നി. ഇന്നലെ രാത്രി ഓഫാക്കിയ നെറ്റ് അവൾ ഇതുവരെ ഓണാക്കിയിട്ടില്ല. എങ്ങനെയും മിണ്ടണടി. അവളൊന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. നീ ഒന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറ പ്ലീസ്. എന്നിട്ട് എനിക്കെന്ത് ഗുണം? ഷവർമ ഡൺ. ആ ക്രിസ്റ്റി വേണ. ക്രിസ്റ്റി എന്തിനാ? ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോ നീ പോസ്റ്റ് ആവില്ലേ? ഓ, ഹായ് ബേബി. ഓ, അപ്പൊ ആങ്ങളുടെയും പെങ്ങളുടെയും പ്ലാൻ ആയിരുന്നല്ലേ? ഇങ്ങനെ ചൂടാവാതെ തന്നെ. ഡി, കുക്കി, ഞാൻ പോവാ. നിങ്ങൾ ഇവിടെ ഇരുന്നു, ഞങ്ങളിപ്പോ വരാം. ഡാ, നൈസിന് പറ ഓൾ ദി ബെസ്റ്റ്. എന്നെ പേടി ചിമ്മി. നീ വേറെ കെട്ടാൻ പോവല്ലേ? സോറി ഞാൻ അപ്പത്തെ മൂഡില്. എന്ന് വെച്ച് വായി വരുന്നത് വിളിച്ചു പോവാണോ? ശരിയാ, എന്റെ തെറ്റാ. ഐ എം സോറി. നമ്മൾ എന്തിനാണ് വന്നേന്നറിയോ? എന്നെ സോപ്പിടെ. എന്നാൽ മെയിൻ റീസൺ അതല്ല. പിന്നെ? ക്രിസ്റ്റി കുക്കിനെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. അവനിന്നല്ല എന്നോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചടി അവളവൻ കെട്ടിക്കോട്ടെ. എന്നിട്ട് ഞാൻ മമ്മീനോട് പറഞ്ഞു. മമ്മിക്ക് ഓക്കെയാണ്, പക്ഷെ അവൾക്ക് ഇഷ്ടമാണോന്ന് അറിയണ്ടേ. സോ അവളിപ്പോ പ്രപ്പോസ് ചെയ്യാൻ പോവാ. പ്രപ്പോസലോ? അവൾ നോ പറയില്ലെന്നാ എന്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നില്ല. അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാതെ. ജുവൽ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നോടോ? പറഞ്ഞോ. അത് ചിമ്മിന്റെ അടുത്ത് നിക്ക്, ഞാനിപ്പോ വരാം. എന്താടാ? റിങ് നിന്റെ അല്ലേ? ഒന്നും നടന്നു വീന്ന. ഞാൻ പോയി പറയട്ടെ. നീ ധൈര്യമായിട്ട് പോടാ. ജുവൽ, രൂപൻ,